ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആദരണീയരായ എല്ലാ സനാതനധർമ്മവിശ്വാസികളെയും ഭാരതീയ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ കുറേ വീഡിയോകളിലായി പ്രതിപാദിച്ചു വന്നിരുന്നത് ഷോഡശ കർമ്മങ്ങളെക്കുറിച്ചായിരുന്നു. അതായത് ഒരു ജീവൻ അമ്മയുടെ ഗർഭത്തിൽ ഉത്ഭവിക്കുന്ന സമയം മുതൽ ആ ജീവൻ്റെ അന്ത്യേഷ്ടി കർമ്മം വരെ 16 തലങ്ങൾ കടന്നു പോകണം എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പ്രതിപാദിച്ചത് സമാവർത്തനം എന്ന ചടങ്ങിനെ കുറിച്ചായിരുന്നു. അതായത് വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ഗുരുകുലത്തിൽ താമസിച്ച് ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ഗുരുവിന് ദക്ഷിണ കൊടുത്ത് ഗുരു 4 ഉപദേശങ്ങൾ ചെവിയിൽ മന്ത്രിച്ച് പറഞ്ഞ് അയക്കുന്ന സ്വഗൃഹത്തിലേക്ക് പറഞ്ഞയക്കുന്ന ചടങ്ങിനാണ് സമാവർത്തനം എന്ന് പറയുന്നത്. അതിനുശേഷം ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് ഗൃഹസ്ഥാശ്രമ ധർമ്മത്തെക്കുറിച്ചാണ്. ആ ഗൃഹസ്ഥാശ്രമ ധർമ്മം അതിൻ്റെ ആത്യന്തികമായി അതിൻ്റെ രഹസ്യം അറിയുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. എത്ര മഹത്തായ ഒരു സംസ്കാരമാണോ നമ്മുടേത് എന്ന് നമുക്ക് തന്നെ തോന്നിപ്പോകും. അപ്പോൾ ഇതേക്കുറിച്ചാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കാണുന്നതെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ കമൻറ്റുകൾ ഒക്കെ അറിയിച്ച് ഈ സന്ദേശം പരമാവധി എല്ലാ ഹിന്ദുധർമ്മ വിശ്വാസികളിലും എത്തിക്കുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതാണെന്ന് അപേക്ഷിക്കുകയാണ്. ഗൃഹസ്ഥാശ്രമധർമ്മത്തിലേക്ക് കടക്കുമ്പോൾ നമുക്ക് അതിൻ്റെ രഹസ്യം അല്പമൊന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം മോക്ഷത്തിന് കാരണമായിട്ടുള്ള ചതുരാശ്രമധർമ്മങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ബ്രഹ്മചര്യം, 2 ഗൃഹസ്ഥം, 3 വാനപ്രസ്ഥം, 4 സന്യാസം. ഇതിൽ ബ്രഹ്മചര്യ അവസ്ഥ എന്ന് പറയുന്നത് വിദ്യാഭ്യാസ കാലഘട്ടമാണെന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു. അതിന് ഉപനയനം പോലെയുള്ള കാര്യങ്ങൾ നടത്തി വിദ്യാരംഭം പോലെയുള്ള ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് വേദപഠനം നടത്തി അതിനുശേഷമാണ് ഈ ചടങ്ങുകളൊക്കെ നമ്മൾ ഈ സമാവർത്തന ചടങ്ങുകളൊക്കെ നടക്കുക. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വന്നത്, നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ ഈ സമാവർത്തന ചടങ്ങ് കഴിഞ്ഞാൽ, അതായത് ഗുരുകുല വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി ഗൃഹസ്ഥാശ്രമധർമ്മം സ്വീകരിക്കണം. ഗൃഹസ്ഥാശ്രമധർമ്മത്തിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് വിവാഹ ചടങ്ങാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം ഒരു വിവാഹം എന്ന് പറയുമ്പോൾ കേവലം ഒരു സ്ത്രീയും പുരുഷനും യാദൃച്ഛികമായിട്ടല്ല ഭാര്യ ഭർത്താക്കന്മാരായിത്തീരുന്നത്, മറിച്ച് പൂർവ ജന്മ കർമ്മ ബന്ധത്തിനനുസൃതമായിട്ടാണ് ഈ ജന്മത്തിൽ ഒരു സ്ത്രീയും പുരുഷനും ഭാര്യ ഭർത്താക്കന്മാരായിത്തീരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാനിത് സൂചിപ്പിക്കുവാൻ കാരണം, ആ വിവാഹത്തിൻ്റെ രഹസ്യത്തെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ പലരും സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. താലിയുടെ പ്രത്യേകത എന്താണ്, ആ വിവാഹ ചടങ്ങിൻ്റെ മഹത്വം എന്താണ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് ഞാൻ അല്പം കൂടി ഒന്ന് വ്യക്തമാക്കുകയാണ്. ഞാൻ വിവാഹ ചടങ്ങിനെ കുറിച്ച് നേരത്തെ പ്രതിപാദിച്ചതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. എങ്കിലും താലിയുടെ പ്രത്യേകത ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. വിവാഹം എന്ന ചടങ്ങ് അത് നടത്തുമ്പോൾ നമുക്കറിയാം, താലി ബന്ധിക്കുക, ആ താലി കഴുത്തിൽ കയറുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർ ധർമ്മപത്നിയായി മാറുകയാണ്.
താലിക്കൊരു പ്രത്യേകതയുണ്ട്. താലിയെ പവിത്രമായി കാണേണ്ടതാണ് എല്ലാവരും. താലിയുടെ ചുവട്ടിൽ ബ്രഹ്മാവാണ്, മധ്യത്തിൽ വിഷ്ണുവാണ്, അഗ്രത്തിൽ ശിവനുമാണ്. അപ്പോൾ ഇത് കേവലം 2 പണവട സ്വർണമല്ല താലി എന്ന രഹസ്യം നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ താലി കഴുത്തിൽ ഏറുന്ന ഒരു ധർമ്മപത്നിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നുണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത്, അതുപോലെ ഷെയർ ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത് ഈ സന്ദേശം പരമാവധി എല്ലാവരിലും എത്തിക്കുവാൻ ശ്രമിക്കണം. നമസ്തേ.